നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റിന്റെ കണ്ടീഷൻ ആദ്യം തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടെത്താം. ഈ വീഡിയോയിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇൻഡെക്സ് ആയ സൂചികയായ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? 26,300 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് 22,500 എന്ന പ്രൈസ് പോയിന്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4,000 പോയിന്റ് ഒരു ഡിപ്പ് ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി ഇത് വീഴുമോ നമുക്കറിയത്തില്ല. ബട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 20,000 എന്ന ലെവലിലേക്ക് വന്നേക്കാം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം ഇവിടെ നല്ലൊരു 15-16% ഡിപ്പ് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ബിഗിനർ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാർക്കറ്റിൽ. അത് നമുക്ക് മുമ്പോട്ട് പോയി കാണാം. അപ്പം ഇതിനെക്കുറിച്ച് ഈ ബിഗ് ഫാൾ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ETF-കളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നല്ല വാലുവേഷൻ കിട്ടുന്നുണ്ട്. നിഫ്റ്റി 15-16% ആണെങ്കിൽ ഇവിടെ എമോ റിയാലിറ്റി ETF എന്ന് പറഞ്ഞ ETF റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ETF ആണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് കമ്പനികൾ, ഏകദേശം 10ഓളം കമ്പനികൾ ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. മ്യൂച്വൽ ഫണ്ട് പോലെയാണ് ETF പെർഫോം ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ എന്താണ് 115 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 81 എന്ന പ്രൈസിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്ക് ഏകദേശം 35 രൂപ ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. 81-ൽ നിന്ന് 1-2 വർഷം കഴിയുമ്പോഴാണെങ്കിലും ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്ര ശതമാനമാണ്? 40%, 50% റിട്ടേൺ നമുക്ക് സിമ്പിളായിട്ട് ഈ എമോ റിയാലിറ്റി ETF നമുക്ക് തരും. ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പനീസ് ഏതൊക്കെയാണ്? DLF, ലോധ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഫോണിക്സ് ലിമിറ്റഡ്, പ്രസ്റ്റീജ്, ഇങ്ങനെയുള്ള കമ്പനീസാണ് ഈ ഒരു ETF-ൽ വരുന്നത്. അപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് എമൗണ്ട് നമുക്ക് ഒന്നിച്ച് വേണ്ടി വരും. അതേ സമയത്ത് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഒരു പ്ലോട്ടൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഈ ഒരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ ഈ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകും. വളരെ ചെറിയ എമൗണ്ടിലാണെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത് നമ്മളൊരു സ്മാർട്ട് ബീറ്റ ETF ആണ്. അതൊരു സെക്ടോറിയൽ ETF ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സെക്ടറിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ETF ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ബീറ്റ ETF ആണ്. എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞ ഫാക്ടർ, ഇപ്പം എക്സാമ്പിളായിട്ട് നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഒരു 15% നമുക്ക് ഇയർലിയിൽ തന്നതെങ്കിൽ ഈ നിഫ്റ്റി 50-ൽ 50 കമ്പനികളിൽ തന്നെ ഏകദേശം ഒരു 10-15 കമ്പനികൾ ചിലപ്പോൾ 25% ഇയർലിയിൽ റിട്ടേൺ തന്നിട്ടുണ്ടാകും. അവിടെ എന്താണ് ആൽഫ കൂടുതൽ, ആ കമ്പനികളിൽ ആൽഫ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള കമ്പനികളെ പിടിച്ച് ഇട്ടിരിക്കുന്ന ഒരു ETF ആണ് ആൽഫ ETF. ഇതിൻ്റെ അകത്ത് 50 കമ്പനികളാണ് വരുന്നത്. അപ്പം ഈ ഒരു കമ്പനി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ETF ആണ് ആൽഫ എന്ന് പറഞ്ഞ ETF. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയാണ്? 60 എന്ന ഹൈയിൽ നിന്ന് 41-ലാണ് കിട്ടുന്നത്. 20 രൂപ ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. ഏകദേശം 30-35% ഡിസ്കൗണ്ട് കിട്ടുന്നു. തിരിച്ച് 41-ൽ നിന്ന് 60-ലേക്ക് വന്നാലും നമുക്ക് 50% റിട്ടേൺ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ETF ആണ് ഇത്. ഇതിൻ്റെ അകത്ത് എന്താണ്? നല്ല ആൽഫ ജനറേറ്റ് ചെയ്ത കമ്പനികളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 50 കമ്പനികളുണ്ട്. IRDA, നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഡിക്സോണ്, ഇനോക്സ്ഫിൻഡ്, സൊമാറ്റോ, RBNL, ഇങ്ങനെ അടങ്ങുന്ന 50 കമ്പനികൾ നമുക്കിവിടെ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൊമെൻറ്റം ETF ആണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആൽഫ പോലെ മറ്റൊരു ഫാക്ടറാണ് മൊമെൻറ്റം. ഇതും സ്മാർട്ട് ബീറ്റ ETF ആണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ സ്പീഡായിട്ട് പ്രൈസ് മൂവ് ചെയ്ത കുറേ കമ്പനികളുണ്ട്. അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ETF ആണ് മൊമെൻറ്റം ETF. ഇവിടെ നമുക്ക് 40 എന്ന ഹൈയിൽ നിന്ന് നമുക്ക് 27-ലാണ് ലഭിക്കുന്നത്. ഏകദേശം 13 ഡിപ്പ്. തിരിച്ച് ഇത് 13 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 40-50% റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ETF ആണ് ഇത്. അപ്പം ഇവിടെ എന്താണ്? മോട്ടിലാൽ മൊമെൻറ്റം 30 കമ്പനികൾ അടങ്ങുന്നതുകൊണ്ടാണ് 30I ETF എന്നിട്ടിരിക്കുന്നത്. I എന്ന് പറയുന്നത് ICICIയുടെ ആണ് ഈ ഒരു ETF ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ടോപ്പ് ഹോൾഡിംഗ് ആണ് ഭാരതി എയർടെൽ, ഇൻഫോസിസ്, M&M, ടെക് മഹീന്ദ്ര, സൺഫാർമ, HCL ടെക്, ഇങ്ങനെ അടങ്ങുന്ന കമ്പനികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്താണ്, നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു സ്മൂത്തായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി ഇപ്പോൾ 10-15% താഴെ വന്നുകൊണ്ട് തന്നെ ഇത് അതിലും നല്ലൊരു ഡിപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ എമൗണ്ടിൽ എൻട്രി എടുക്കാം. ഒരുപക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകും. അതല്ല, അത് വീണ്ടും താഴോട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ആവറേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ETF-കൾ തരുന്നുണ്ട്. അത് നമുക്ക് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ വിലക്കുറവിൽ വാങ്ങി വെച്ച് ഒരു വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കണ്ട ഏതാനും കുറച്ച് നല്ല ETF-കൾ, നല്ല വാല്യുവേഷനിൽ കിട്ടുന്ന ETF-കളാണ് ഞാൻ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്ത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബാക്കി പുതിയ വീഡിയോസ് ഇനിയും വരുന്നതാണ്. ഒരുപാട് സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിൽ കിട്ടുന്നുണ്ട്.
മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ കിട്ടുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം താഴോട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് നല്ല വാലുവേഷനിൽ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കിട്ടും. ഓക്കെ, താങ്ക് യു.